ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഓല ഒരു ലോഞ്ചും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 15 ആ ഒരു ലോഞ്ചും കാര്യങ്ങളും കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഓലയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന മോട്ടോർ സൈക്കിൾസ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്കൂട്ടർ രംഗത്ത് നിന്ന് മോട്ടോർ സൈക്കിൾ രംഗത്തേക്കുള്ള ഒരു ചേക്കാറും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഓല ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ള റോഡ്സ്റ്റർ സീരീസ് ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റോഡ്സ്റ്റർ സീരീസിൽ 3 വേരിയൻറ്റും കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് വേരിയൻറ്റ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നെല്ലാം നോക്കാൻ പോകുന്നത്. കറൻറ്റ്ലി ഷോറൂംസ് കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിട്ടില്ല. ജസ്റ്റ് ഒരു ലോഞ്ചിങ് ഇവൻറ്റ് കാര്യങ്ങൾ മാത്രമാണ് ഓല കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇവൻറ്റിലെ വീഡിയോസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. സോ വലിച്ചിട്ടാണ് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റത്തെ മോഡൽ നമുക്ക് റോഡ്സ്റ്റർ പ്രോ തന്നെയാണ്. അപ്പോൾ 3 വേരിയൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. റോഡ്സ്റ്റർ പ്രോ, റോഡ്സ്റ്റർ ആൻഡ് റോഡ്സ്റ്റർ എക്സ്. അപ്പോൾ ഈ 3 വേരിയൻസ് ആണ് ഈ ഒരു സീരീസിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ടോപ്പ് ഓഫ് ദ ലൈനിൽ നിൽക്കുന്ന റോഡ്സ്റ്റർ പ്രോ നമുക്ക് നോക്കാം. അപ്പോൾ റോഡ്സ്റ്റർ പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൻ്റെ ബാറ്ററി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 8 കിലോവാട്ടിൻ്റെ ബാറ്ററി കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ 16 കിലോവാട്ടിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. സോ 2 ബാറ്ററി വേരിയൻ്റ് കാര്യങ്ങളിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ കിലോമീറ്റർ റേഞ്ച് കാര്യങ്ങളൊക്കെയും വളരെ ഇമ്പ്രസ് ചെയ്യുന്ന ഒരു കിലോമീറ്റർ റേഞ്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു മോഡലിൽ ഓല നൽകിയിട്ടുള്ളത്. അപ്പോൾ 579 കിലോമീറ്റർ ആണ് നമുക്ക് ഈ ഒരു പ്രോ വേരിയൻറ്റിൻ്റെ കാര്യങ്ങൾ കിട്ടുന്നത്. അതുപോലെ ടോപ്പ് സ്പീഡ് കാര്യങ്ങളിൽ നമുക്ക് 194 km/h ആണ് നൽകിയിട്ടുള്ളത്. 52 കിലോ വാട്ടിൻ്റെ പീക്ക് പവർ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡലിൽ നൽകിയിട്ടുള്ളത്. സോ വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് തന്നെയാണ് റോഡ്സ്റ്റർ പ്രോ എന്ന് പറഞ്ഞ മോഡൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മോഡൽ നമുക്ക് അഡാസ് ഫീച്ചർ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. സോ ഫുൾ ചാർജ് കാര്യങ്ങളാവാൻ വേണ്ടി അറൗണ്ട് ഒരു 7.5 hours കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിലവിലെടുക്കുന്നത്. ഈ ഒരു മോഡലിൽ നമുക്ക് റൈഡ് മോഡ്സ് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഹൈപ്പർ മോഡ്, അതുപോലെ തന്നെ സ്പോർട്ട് മോഡ്, നോർമൽ, എക്കോ, അങ്ങനെ 4 റൈഡ് മോഡ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. പിന്നെ ഡ്യുവൽ ചാനൽ ABS, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ട്രാക്ഷൻ കൺട്രോള്, പിന്നെ ഈ ഫ്രണ്ടിൽ നമുക്ക് USB സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നൽകിയിട്ടുള്ളത്. ബാക്കിൽ നമുക്ക് മോണോഷോ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. TFT ഡിസ്പ്ലേ ആണ്. 10 ഇഞ്ചിൻ്റെ വിത്ത് ടച്ച് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. TFT ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. സോ ഒത്തിരിയേറെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിന് ഓരോ നൽകിയിട്ടുണ്ട് കേട്ടോ. സോ അവരുടെ മോട്ടോർ സൈക്കിളിൽ തന്നെ ടോപ്പ് ഓഫ് ദ ലൈനിൽ നിൽക്കുന്നതാണ് റോഡ്സ്റ്റർ പ്രോ എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ ഈ ഒരു മോഡൽ 2 ബാറ്ററി വേരിയൻ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് 8 കിലോവാട്ടും അതുപോലെ തന്നെ 16 കിലോവാട്ടും ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ പ്രൈസ് റേഞ്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 8 കിലോവാട്ടിന് വരുന്നത് 1,99,999 ആണ് വരുന്നത്. അതായത് അറൗണ്ട് 2 lakh തന്നെയാണ് വരുന്നത്. അപ്പോൾ 2.5 lakh കാര്യങ്ങളാണ് ഈ 16 കിലോവാട്ടിൻ്റെ പ്രൈസ് റേഞ്ച് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. സോ ഒരു ഇൻട്രൊഡ്യൂസറി പ്രൈസ് ആണെന്നാണ് നിലവിൽ അവർ പറഞ്ഞിട്ടുള്ളത്. മേ ബി ഒരു സ്ലൈറ്റ്ലി വേരിയേഷൻ കാര്യങ്ങളൊക്കെ ആ ഒരു ഫസ്റ്റ് സെയിലും കാര്യങ്ങളും ബേസ് ചെയ്ത് പിന്നെ മാറാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു റോഡ്സ്റ്റർ പ്രോ കാര്യങ്ങൾ വരുന്നതിൻ്റെ പ്രൈസും കാര്യങ്ങളും അതുപോലെ ഫീച്ചേഴ്സ് കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ റോഡ്സ്റ്റർ പ്രോയുടെ വിശേഷം കാര്യങ്ങൾ ഇത്രത്തോളമാണ്. ഇനി റോഡ്സ്റ്റർ എന്ന് പറഞ്ഞ മോഡൽ, സോ സെക്കൻഡ് വേരിയൻറ്റ് വരുന്നതാണ് റോഡ്സ്റ്റർ എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് സ്പീഡ് വരുന്നത് 126 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് കാര്യങ്ങൾ വരുന്നത്. ഈ ഒരു മോഡലിൽ നമുക്ക് 4.5 കിലോവാട്ടിൻ്റെ ബാറ്ററി കാര്യങ്ങൾ അവൈലബിൾ ആണ്. അതിന് 190 കിലോമീറ്റർ റേഞ്ച് വരുന്നത്. 6 കിലോവാട്ടിൻ്റെ ബാറ്ററി കാര്യങ്ങൾ നമുക്ക് 248 കിലോമീറ്ററാണ് റേഞ്ച് കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഒരു 5 to 9 hours ആണ് ഇതിൻ്റെ ചാർജിങ് കാര്യങ്ങളൊക്കെയും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ളൊരു ഡിസൈനും കാര്യങ്ങളാണ്. റയർ പോർഷൻ ആണെങ്കിലും നമുക്കൊരു LED ടൈലൈറ്റ് കാര്യങ്ങൾ, മോണോഷോക്ക് കാര്യങ്ങൾ, ഫ്രണ്ടിലും നമുക്ക് റയർ പോർഷനിലും ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത് കേട്ടോ ഈ ഒരു മോഡലിൽ. സിംഗിൾ ചാനൽ ABS ആണ് ഈ ഒരു മോഡലും നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് ടെലസ്കോപ്പിക് സസ്പെൻഷനും അതുപോലെ റയർ പോർഷനിലും നമുക്ക് മോണോഷോക്കുമാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇതിലും നമുക്ക് ഹിൽ ഹോൾഡ് അസിസ്റ്റ്, അതുപോലെ തന്നെ 4 റൈഡ് മോഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലും നൽകിയിട്ടുണ്ട്. ഹൈപ്പർ, സ്പോർട്സ്, നോർമൽ, എക്കോ, അങ്ങനെ 4 റൈഡ് മോഡ് കാര്യങ്ങൾ ഈ ഒരു മോഡലും നൽകിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് 6.8 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. സോ പ്രോയിൽ നിന്ന് നോർമൽ റോഡ്സ്റ്ററിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അറൗണ്ട് ഡിസ്പ്ലേ കാര്യങ്ങളിൽ എന്തായാലും ഡിഫറൻറ്റ് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് 10 ഇഞ്ചിൻ്റെ വിത്ത് ടച്ചാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് 6.8 TFT ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇത്രത്തോളമാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മോഡലിൻ്റെ ലോഞ്ച് കാര്യങ്ങൾ വരുന്നത് ഈ ഒരു 2025 ജാനുവരി തന്നെ ഈ ഒരു മോഡലിൻ്റെ ലോഞ്ച് കാര്യങ്ങൾ വരുന്നതാണ്.
ഓക്കെ, ഇനി പ്രൈസിങ്ങിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ റോഡ്സ്റ്ററിൻ്റെ പ്രൈസിങ് വരുന്നത് 3.5 കിലോ വാട്ടിൻ്റെ ബാറ്ററിക്ക് നമുക്ക് 1,05,000 അതുപോലെ തന്നെ 4.5 കിലോ വാട്ടിൻ്റെ ബാറ്ററിക്ക് നമുക്ക് 1,20,000 6 കിലോ വാട്ടാണ് ഈ ഒരു റേഞ്ചിൽ ടോപ്പായിട്ട് നിൽക്കുന്ന റോഡ്സ്റ്റർ മോഡലിൽ. അതിന് നമുക്ക് 1,40,000 ആണ് നമുക്ക് പ്രൈസും കാര്യങ്ങളും വരുന്നത്. സോ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പ്രൈസും അതുപോലെ തന്നെ കിലോമീറ്റർ റേഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഒരു മോഡൽ വരുന്നത്. ഇപ്പം 6 കിലോ വാട്ടിൻ്റെ ബാറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് അറൗണ്ട് ഒരു 1.4 ലാക്കാണ് വരുന്നത്. അതിന് നമുക്ക് 248 കിലോമീറ്റർ റേഞ്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. സോ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കിലോമീറ്റർ റേഞ്ച് കാര്യങ്ങളാക്കി ഈ ഒരു മോഡൽ നൽകിയിട്ടുണ്ട് ഈ ഓല. അപ്പോൾ ഇത്രയാണ് റോഡ്സ്റ്റർ എന്ന് പറഞ്ഞ മോഡലിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് മോഡലാണ് റോഡ്സ്റ്റർ എക്സ് എന്ന് പറഞ്ഞ മോഡൽ. സോ ഇതാണ് ഈ ഒരു സീരീസിന് ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പ് സ്പീഡ് കാര്യങ്ങൾ വരുന്നത് 124 കിലോമീറ്റർ ആണ് ഈ ഒരു മോഡലിൻ്റെ ടോപ്പ് സ്പീഡ് കാര്യങ്ങൾ വരുന്നത്. മാക്സിമം റേഞ്ച് കാര്യങ്ങൾ വരുന്നത് 200 കിലോമീറ്റർ ആണ് ഇതിൻ്റെ റേഞ്ച് കാര്യങ്ങളും വരുന്നത്. 11 കിലോ വാട്ടിൻ്റെ പീക്ക് പവർ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. സോ ടോട്ടലി 3 ബാറ്ററി വേരിയൻ്റ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. 2.5 കിലോ വാട്ട്, 3.5 കിലോ വാട്ട്, 4.5 കിലോ വാട്ട് കാര്യങ്ങളാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് 4.3 ഇഞ്ചിൻ്റെ LCD മീറ്ററാണ് നൽകിയിട്ടുള്ളത്. TFT ഡിസ്പ്ലേ അല്ല നൽകിയിട്ടുള്ള LCD മീറ്ററാണ് നൽകിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് നാവിഗേഷൻ കാര്യങ്ങൾ അതേപോലെ തന്നെ ടച്ച് കാര്യങ്ങളൊന്നും അല്ല നൽകിയിട്ടുള്ളത്. ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു മീറ്റർ കൺസോൾ നൽകിയിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ പോർഷനിൽ മാത്രമാണ് നമുക്ക് ഡിസ്ക് കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. ടയർ പോർഷനിലും നോർമൽ ട്രംപ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ABS കാര്യങ്ങളൊന്നും ഈ ഒരു മോഡലിൽ അവൈലബിൾ അല്ല. ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള വേരിയൻറ്റിൽ സിംഗിൾ ചാനലും അതുപോലെ പ്രോ വേരിയൻറ്റിലും ഡ്യുവൽ ചാനലും അവൈലബിൾ ആണ്. ബട്ട് എക്സ് വേരിയൻറ്റിലും നമുക്ക് നോൺ ABS ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് ടെലസ്കോപ്പിക് സസ്പെൻഷൻ, റെയറിൽ നമുക്ക് ഡ്യുവൽ ഷോക്ക് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. മോണോഷോക്ക് കാര്യങ്ങളൊന്നും ഈ ഒരു മോഡലില്ല. സോ ഒരു ബേസ് വേരിയൻറ്റിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡലിൽ നൽകിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസിങ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2.5 കിലോ വാട്ടിന് അറൗണ്ട് 75,000, അതുപോലെ തന്നെ 3.5 കിലോ വാട്ടിന് 85,000, 4.5 കിലോ വാട്ടിന് അറൗണ്ട് 1 ലാക്കുമാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും വരുന്നത്. സോ ഇൻട്രൊഡ്യൂസർ പ്രൈസാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെയിലും കാര്യങ്ങളും കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയൊരു ചേഞ്ച് കാര്യങ്ങൾ വരുമെന്നാണ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ സെയിലും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് ജാനുവരി 2025 അതായത് ഈ വരുന്ന ജാനുവരിയിൽ ഇതിൻ്റെ സെയിലും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ പ്രീ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് സൈറ്റ് കാര്യങ്ങളിൽ. അപ്പോൾ മെയിനായിട്ടും ഈ ഒരു 74,999 റുപ്പീസിൻ്റെ ആ ഒരു പ്രൈസ് ബാൻച്ചിങ്ങിലാണ് ഓല ഈ ഒരു അഡ്വർടൈസും കാര്യങ്ങളും മോട്ടോർ സൈക്കിളിൻ്റെ ബേസിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം 2.5 കിലോ വാട്ടിൻ്റെ ബാറ്ററിക്കാണ് ഈ ഒരു ഇൻട്രൊഡ്യൂസറി പ്രൈസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 200 റേഞ്ചൊക്കെയും നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ബ്രോഷർ കാര്യങ്ങളൊക്കെ സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുന്നത് 4.5 കിലോ വാട്ടിൻ്റെ ബാറ്ററിക്കാണ് കിട്ടുന്നത് എന്നുള്ളത് മസ്റ്റായിട്ട് ഓർത്ത് വച്ചേക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ്. കാരണം ഓൺലൈൻ കയറി ബുക്ക് ചെയ്യാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ആ ഒരു കിലോമീറ്റർ റേഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കമ്പാരിസൺ കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ബാറ്ററിയും അതിൻ്റെ കിലോമീറ്റർ റേഞ്ച് കാര്യങ്ങൾ നോക്കുക. ബാക്കി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു വേരിയൻറ്റിൽ സെയിം ആയിരിക്കും. പക്ഷേ നമ്മുടെ ആ ഒരു കിലോമീറ്റർ റേഞ്ച് കാര്യങ്ങൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ബാറ്ററിയാണ്. സോ മസ്റ്റായിട്ട് നിങ്ങൾ ആ ഒരു സൈറ്റിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പ്രീ ബുക്ക് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടും ഓലയുടെ ഈ ഒരു 3 സീരീസ് മോട്ടോർ സൈക്കിളിൻ്റെ ഫീച്ചേഴ്സ്, ഡീറ്റെയിൽസ് കാര്യങ്ങൾ. കറൻ്റ്ലി ഒരു ഷോറൂംസിൽ അവൈലബിൾ ആയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. മേ ബി അവൈലബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മളതിൻ്റെ ഒരു വാക്കർ റിവ്യൂ അല്ലെങ്കിൽ റൈഡ് റിവ്യൂ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്തപ്പോഴും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് വരാൻ പോകുന്നത് എനിക്കറിയാം. ആഫ്റ്റർ സെയിൽസ് ആണ്. കാരണം സർവീസ് കാര്യങ്ങളും കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളും ഇതുവരെ ഓല റെഡിയാക്കിയിട്ടില്ല. മേ ബി ഈ ഒരു മോട്ടോർ സൈക്കിൾ കാര്യങ്ങളിൽ ആ ഒരു ഇഷ്യൂസ് കാര്യങ്ങൾ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെയും ബെറ്റർ ആയിട്ട് റിസോൾവ് ചെയ്ത ഒരു ബെറ്റർ സർവീസ് കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇത്രയൊക്കെ തന്നെയാണ് ഈ റോഡ്സ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒപ്പീനിയൻസ് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ദെൻ. ബൈ ബൈ.